സ്റ്റോക്സ് ലോ പഠിച്ച ഉടനെ നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടെർമിനൽ വെലോസിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടെർമിനൽ വെലോസിറ്റി ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ന്യൂമറിക്കലാണ് ചോദിക്കാൻ അധികവും ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഡെറിവേഷനും ചോദിക്കാറുണ്ട്. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ടെർമിനൽ വെലോസിറ്റി? നമുക്ക് എഴുതി വെക്കാം. ദ മാക്സിമം കോൺസ്റ്റൻറ്റ് velocity, the maximum constant velocity, that is very important, maximum constant velocity acquired by a spherical body while falling through a viscous medium is called terminal velocity. അപ്പോൾ terminal velocity എന്താണ്? The maximum constant velocity acquired by a spherical body എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബോഡിക്ക് എന്തുണ്ടാവില്ല? ആക്സലറേഷൻ ഉണ്ടാവില്ല. ആക്സലറേഷൻ ഇല്ലെങ്കിൽ പിന്നെ ആ ബോഡീൻ്റെ മേലെ ഫോഴ്സും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ഫെറിക്കൽ ബോഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് ഇവിടെ R എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെൻസിറ്റി സിഗ്മ എന്നെടുത്തിട്ടുണ്ട്. അതൊരു ഫ്ലൂയിഡിലൂടെയാണ് താഴോട്ട് വീഴുന്നത്. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയെ നമുക്ക് റോ എന്ന് വിളിക്കാം. ഇത്രയും നേരം നമ്മൾ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കിതിനെ റോ തന്നെ വിളിക്കാം. അത് താഴോട്ട് വീഴുകയാണ്. അപ്പം ദ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ഏതൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആ ഒരു ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം. എന്താണ്? ഒരു സ്ഫെറിക്കൽ ബോഡി താഴോട്ട് ഒരു ഫ്ലൂയിഡിലൂടെ വീഴുമ്പോൾ താഴേക്ക് ഈ ബോഡിയുടെ വെയ്റ്റ് mg ഉണ്ടാകും. ശരിയല്ലേ? അതേപോലെ ഈ ഫ്ലൂയിഡിൻ്റെ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സ്റ്റോക്സ് ലോ അനുസരിച്ച് മേലോട്ട് ഒരു വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യും. അതേപോലെ എന്തും ഉണ്ടാവും? അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ്, അതിന് നമുക്ക് യു എന്ന് വിളിക്കാം ഇവിടെ തൽക്കാലം. ഓക്കെ, അപ്പോൾ വെയ്റ്റ് എന്താ വരിക? mg. വെയ്റ്റ് mg എന്നാൽ 4/3 πr³ എന്താണ്? വോളിയം ഓഫ് എ സ്ഫിയർ ആണിത്. ഓക്കെ, വോളിയം ഓഫ് എ സ്ഫിയർ. ഇതിൻ്റെ റേഡിയസ് നമ്മൾ നേരത്തെ R എന്ന് എടുത്തത് കൊണ്ട് 4/3 πr³ ഇൻറ്റു എന്താണ്? നമുക്ക് മാസ് എന്നുള്ളത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നെടുക്കാമല്ലോ. ഓക്കെ, ഇപ്പോൾ ഡെൻസിറ്റി ഇവിടെ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ബോഡി നമ്മൾ സിഗ്മയാണ് എടുത്തത്. അതുകൊണ്ട് മാസ് ഓഫ് ദ ബോഡി എന്ത് വരും? സിഗ്മ വി വരും. നിങ്ങൾക്ക് ഇവിടെ ആ സിഗ്മ ഇവിടെ കാണാം. വിക്ക് പകരം 4/3 πr³ കാണാം. പിന്നെ ഈ ജിക്ക് പകരം ഈ ജിയും കാണാം. ക്ലിയർ? ഇനി അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ്. നമുക്കറിയാം ഒരു ബോഡി ആദേശം ചെയ്യുന്ന അതിൻ്റെ ലിക്വിഡിന് ഈക്വൽ വെയ്റ്റ് ആയിരിക്കും ആ പിന്നെ എന്തുണ്ടാവുക? ആ ബോഡിക്ക് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അപ്ത്രസ്റ്റിന് നമുക്ക് എഴുതാം 4/3 πr³ റോ ജി ആണ്. ഇവിടെ എന്താ റോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇപ്പോൾ ഈ ബോളിൻ്റെ ഷേപ്പ്, ഇപ്പോൾ ഈ സ്ഫെറിക്കൽ ബോഡിയുടെ അതേ ഷേപ്പിലുള്ള ഫ്ലൂയിഡാണ് മാറി നിൽക്കുക ഇവിടുന്ന്, അല്ലേ? അപ്പോൾ ആ മാറി നിൽക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഷേപ്പും സ്ഫെറിക്കലായിരിക്കും. അപ്പോൾ 4/3 πr³ ആണ് ആ വോളിയം വരിക. പക്ഷേ അതിൻ്റെ എന്താ നമുക്ക് അതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് U = ഇതേപോലെ m-g എന്ന് എഴുതിയിട്ട് നിങ്ങളിത് എഴുതിക്കോളൂ. U = m-g എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാറ്റപ്പെടുന്ന ഫ്ലൂയിഡിൻ്റെ വെയ്റ്റ്. ഓക്കെ, അതായത് അപ്വേർഡ് ത്രസ്റ്റ് = വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. ഇവിടുന്ന് മാറ്റപ്പെടുന്ന ലിക്വിഡിൻ്റെ വെയ്റ്റ് എന്ന് വെച്ചാൽ അവിടുന്ന് പോകുന്ന m-g ആണ്. അപ്പോൾ നമുക്ക് എഴുതാം m' പകരം ഇതേപോലെ നമുക്ക് m' വരെ എന്ത് എഴുതാം? റോ ഇൻറ്റു വി. വി രണ്ടും സെയിം ആണ്. കാരണം ഈ ബോൾ ഇവിടെ വന്നത് കൊണ്ടാണല്ലോ അത്ര തന്നെ ഫ്ലൂയിഡ് അങ്ങോട്ട് മാറിയത്. സോ 4/3 πr³ മാറ്റമില്ല. സിഗ്മക്ക് പകരം നമ്മളിവിടെ റോ, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ ജി ഇവിടെ തന്നെ. ക്ലിയർ? ഓക്കെ, പിന്നെയുള്ള അപ്പോൾ ഇതാണ് രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. അത് രണ്ടും ഒന്ന് താഴോട്ടും ഒന്ന് മേലോട്ടുമാണ് ആക്ട് ചെയ്തത്. ഇനി വിസ്കസ് ഫോഴ്സ് സ്റ്റോക്സ് ലോ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. വെയ്റ്റ് = മേലോട്ടുള്ള U + FV ആകുമ്പോൾ എന്താ സംഭവിക്കുക? നെറ്റ് ഫോഴ്സ് 0. നെറ്റ് ഫോഴ്സ് 0 ആയാൽ ആ ബോഡിക്ക് എന്തുണ്ടാവില്ല? ആക്സിലറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ബോഡി എവിടെ എത്തിയിട്ടുണ്ടാവും? ഇപ്പോൾ ആ ബോഡി ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് വരുന്നത്. ആ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് നമ്മളിവിടെ എന്ത് വിളിച്ചിരിക്കുന്നത്? ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം വെയ്റ്റിന് പകരം 4/3 πr³ സിഗ്മ ജി = യുവിന് പകരം 4/3 πr³ റോ ജി പ്ലസ് ബൈ വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് ലോ അനുസരിച്ച് 6π∗r VT. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VT അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിനൊരു സൈഡിൽ നിർത്തുന്നു. ഇപ്പുറത്ത് ഓൾറെഡി ഇവനുണ്ട്.
ഈ 4/3 പൈ ആർ ക്യൂബ് റോ ജിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -4/3 പൈ ആർ ക്യൂബ് റോ ജി ആയി മാറുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് സിഗ്മ മൈനസ് റോ, പുറത്ത് ഈ ജിയും കോമൺ ആയിരിക്കും, 6 പൈ ഈറ്റ ആർ വി ടി അല്ലേ. നോക്കൂ, ആർ ക്യൂബിൽ ഒന്നും ഈ ആറും ക്യാൻസലായി. അപ്പോൾ നമുക്ക് എഴുതാം, ഇത് നിങ്ങൾ എഴുതേണ്ടത് അടുത്ത സ്റ്റെപ്പിലാണ് നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങളിങ്ങനെ പരത്തി എഴുതരുത്. നമുക്ക് വി ടി ഇസ് ഈക്വൽ ടു എഴുതാം. ഇവിടെ ആരൊക്കെ ഉണ്ട്? 4/3 ഉണ്ട്, പൈ, നമുക്കിവിടെ പയ്യും വെട്ടാം, ഈ പയ്യും ക്യാൻസലായി. അപ്പോൾ 4/3 ഉണ്ടാവും, r² ഉണ്ടാവും, പിന്നെ ഈ ജി ഉണ്ടാകും, സിഗ്മ മൈനസ് റോ ഉണ്ടാകും, ഓൾ ഡിവൈഡഡ് ബൈ 6 അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ 6ഉം അങ്ങോട്ട് പോകും, ഇവിടെ ഒരു ഈറ്റയുണ്ട്, അതും ഇങ്ങോട്ട് വരും, റൈറ്റ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് ഈ 4നെയും ഈ 3നെയും നമുക്ക് വെട്ടാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 2 ഉണ്ടാവും, ഇവിടെ 3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മുകളിലുള്ള 2 ഡിവൈഡഡ് ബൈ 3 × 3 9 ആണ്, r² ജി സിഗ്മ മൈനസ് റോ ഡിവൈഡഡ് ബൈ ഈറ്റ. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യം വരും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. ഇനി ടെർമിനൽ വെലോസിറ്റി ഏരിയയിൽ നിന്നും നമുക്ക് എക്സാമിന് ചോദിച്ചേക്കാവുന്ന അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോളൂ. റെയിൻ ഡ്രോപ്സ് ഫാളിങ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി, വൈ? അതിൻ്റെ ആൻസർ ബിക്കോസ് ഇറ്റ് അക്വയേഴ്സ് ടെർമിനൽ വെലോസിറ്റി. എന്നിട്ട് ടെർമിനൽ വെലോസിറ്റി എന്താണെന്നും കൂടി എഴുതി വെക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ പാരഷൂട്ട് ഈസ് ഹെൽപ്പിംഗ് എ പാസഞ്ചർ ഇൻ ലാൻഡിങ് സേഫ്ലി. അതിൻ്റെയും ആൻസർ എന്ത് തന്നെയാണ്? പാരഷൂട്ട് ഒരുപാട് താഴോട്ട് വരുന്നതനുസരിച്ച് എയറിലൂടെയാണ് ഇത് ഫാൾ ചെയ്യുന്നത്. അതെന്ത് അറ്റൻഡ് ചെയ്യും? കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അക്വയർ ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്യുന്നത് കൊണ്ടെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഡ്യൂ ടു ടെർമിനൽ വെലോസിറ്റി എന്നാണ് എഴുതേണ്ടത്. പിന്നെ ചോദിച്ച മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ എഴുതി വെച്ചോളൂ. വൈ ഡു ബബിൾസ് ഓഫ് എയർ റൈസ് അപ്പ് ത്രൂ വാട്ടർ? അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാളും കുറവാണ് എയറിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് നമ്മളുടെ ടെർമിനൽ വെലോസിറ്റിക്ക് നമ്മളുള്ള ഇക്വേഷനിൽ നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയ സിഗ്മ മൈനസ് റോ എന്നത് മൈനസ് ആയി വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി മൈനസ് വെലോസിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തത് താഴേക്കൊരു ഫോളോ ചെയ്യുന്ന ഒരു സ്ഫെറിക്കൽ ബോഡിയുടെ കാര്യമാണ്. എന്നാൽ മേലോട്ട് ഒരു ബോഡി വരുമ്പോൾ, ഐ മീൻ ടെർമിനൽ വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എയർ ബബിളിൻ്റെ കേസിൽ അത് 2/9 r² ജി സിഗ്മ മൈനസ് റോ എന്ന ടേം ഉണ്ടല്ലോ, ഇത് ചെറുതും ഇത് വലുതുമായി വരും. അപ്പോൾ നമുക്ക് ടെർമിനൽ വെലോസിറ്റി നമുക്ക് എന്താ കിട്ടുക? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഇത് താഴോട്ട് വരുന്ന ഒരു ബോഡിയുടെ ടെർമിനൽ വെലോസിറ്റിയാണ്. അപ്പോൾ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം ഇത് മേലോട്ട് പോകുന്നതാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ബബിൾ, ഒരു എയർ ബബിള് ഒരു വാട്ടറിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അത് മേലോട്ട് പോകാനുള്ള കാരണം. ഓക്കെ, ഇനി ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ മാർച്ച് 2017 മാർച്ച് 2012 ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ ഒരു നമ്പറാണ്. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് നമ്പർ ഹൂസ് വാല്യൂ ഡിറ്റർമൈൻസ് ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഓഫ് എ ലിക്വിഡ് ത്രൂ എ പൈപ്പ്. ടർബുലൻ്റ് ആണോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ആണോ അല്ലെങ്കിൽ അൺസ്റ്റഡി ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നമ്പറാണ്, ഒരു ഡയമെൻഷൻലെസ് നമ്പറാണ്. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാതെ ഒന്ന് പഠിച്ചു വെക്കുക. റെയ്നോൾഡ്സ് നമ്പർ R ഈസ് ഈക്വൽ ടു റോ വി ഡി ബൈ ഈറ്റ. അപ്പോൾ എന്തൊക്കെയാണ്? റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡാണ്. അതുപോലെ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ലിക്വിഡാണ്, അതിലൂടെ ഒഴുകുന്ന. ഈ ഈറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ് ആ പൈപ്പിലൂടെ പോകുന്ന. ഇനി ഡി എന്നാലോ ഡയമീറ്റർ ഓഫ് ദ പൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന വാല്യൂവിനെ നോക്കുക. അത് റെയ്നോൾഡ്സ് നമ്പർ നിങ്ങൾക്ക് ലെസ് ദാൻ 1000 ആണ് കിട്ടുന്നതെങ്കിൽ അത് സ്ട്രീം ലൈൻ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ എന്നറിയപ്പെടും. ഇനിയോ റെയ്നോൾഡ്സ് നമ്പർ നിങ്ങൾക്ക് 2000-നേക്കാളും കൂടുതലാണ് കിട്ടുന്നതെങ്കിലോ ദ ഫ്ലോ ഈസ് ടർബുലൻറ്റ്, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന റെയ്നോൾഡ്സ് നമ്പർ 1000-നേക്കാളും കൂടുതലാണ്, എന്നാൽ 2000-നേക്കാളും കുറവാണെങ്കിലോ
അതിനെ നമ്മൾ വിളിക്കും മിക്സ്ഡ് അല്ലെങ്കിൽ അൺസ്റ്റഡി ഫ്ലോ എന്നാണ് നമ്മൾ പറയാം. അടുത്ത ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ നോക്കൂ, ഇത്രയും കൊല്ലങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ അതൊരു പ്രോപ്പർട്ടിയാണ്. ഒരു ഓപ്പൺ സർഫസിലേക്ക് നമ്മൾ തുറന്നു വെച്ച ഒരു ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. ബൈ വെർച്യൂ ഓഫ് വിച്ച് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ബിഹേവ്സ് ലൈക്ക് ആൻ ഇലാസ്റ്റിക് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ടെൻഡിങ് ടു കൺട്രാക്ട് സോ ആസ് ടു ഹാവ് മിനിമം സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് എനർജി കുറയ്ക്കുന്നതിന് വേണ്ടി, സർഫസ് ഏരിയ കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു മെംബ്രെയിൻ, സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ നമ്മൾ ഒരു ലിക്വിഡിനെ ഓപ്പൺ സർഫസിലേക്ക് തുറന്നു വെച്ചാൽ അത് ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. സർഫസ് ടെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്ത്? സർഫസ് ടെൻഷൻ. അതുകൊണ്ട് തന്നെ നമുക്കിവിടുന്ന് എസ് ഐ യൂണിറ്റ് എഴുതി കൂടെ. സർഫസ് ടെൻഷൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? എസ് ഐ യൂണിറ്റ് നമുക്ക് എഴുതാം ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1. അതുപോലെ ഡയമെൻഷനും സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം അല്ലേ? എന്താണ്? ഫോഴ്സിൻ്റെത് ml/T⁻², അതുപോലെ ലെങ്ത്തിൻ്റെത് L ആണ്. അപ്പോൾ ഈ എല്ലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡയമെൻഷൻസ് ഓഫ് സർഫസ് ടെൻഷൻ ഈസ് m/T⁻². അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പോയിൻ്റ് കൂടി നോട്ട് ചെയ്ത് വെക്കണം. സർഫസ് എനർജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതും എന്ത് തന്നെയാണ്? ഡയമെൻഷൻ സെയിം തന്നെയാണ്. പക്ഷേ വർക്ക് ഡൺ ബൈ ഏരിയ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർഫസ് എനർജി. ഇതിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണെന്ന് എഴുതി വെച്ചോളൂ. ജൂൾ മീറ്റർ റേസ് ടു -2 ആണ്. കാരണം വർക്കിൻ്റെ ജൂളാണ്, ഏരിയൻ്റെത് മീറ്റർ സ്ക്വയർ മേലോട്ട് പോകും. പക്ഷേ ഡയമെൻഷൻസ് ഇൻട്രസ്റ്റിംഗ് ആണ്. സർഫസ് എനർജിയുടെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? m/T⁻². എങ്ങനെയാണ് നോക്കൂ. ml²T⁻² നമ്മൾ എഴുതും, ഏരിയൻ്റെത് L² അടിയിൽ എഴുതും. L² വെട്ടിപ്പോയാൽ ബാക്കി m/T⁻². സോ പ്ലീസ് നോട്ട് ദ പോയിൻറ്റ്. സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് എനർജി. ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യം വരും. പ്ലീസ് നോട്ട് ഇറ്റ്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട സർഫസ് ടെൻഷനെ കുറിച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്ത്? എ നീഡിൽ ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ സർഫസ്. അപ്പോൾ ഒരു നീഡിൽ വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്, അതുപോലെ ബഗ്ഗുകൾക്ക് ഈ വെള്ളത്തിൻ്റെ സർഫസിൻ്റെ മുകളിൽ നടക്കാൻ പറ്റും. നമ്മൾ എഴുത്തച്ഛനൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പ്രാണീൻ്റെ പേരാണത്. അതിൻ്റെ കാരണം സർഫസ് ടെൻഷനാണ്. അതുപോലെ റെയിൻ ഡ്രോപ്സ് ആർ ജനറലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. അതിൻ്റെ കാരണം സർഫസ് ടെൻഷനാണ്. അതുപോലെ കോൾഡ് വാട്ടറിൽ ഓയിൽ സ്പ്രെഡായി കിടക്കും, എന്നാൽ ഹോട്ട് വാട്ടറിൽ ഇതേ ഓയിൽ ഒരു ഡ്രോപ്പ് പോലെ സ്ഫെറിക്കലായിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെയും കാരണം സർഫസ് ടെൻഷനാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സർഫസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങളൊരു പച്ചവെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ എത്രയാണോ അതിനേക്കാൾ സർഫസ് ടെൻഷൻ കുറയും വെൻ യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. ആ വെള്ളം ചൂടാക്കിയാൽ. ഈ പോയിൻ്റ് ഒന്ന് ദയവായി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഡ്രോപ്സ് ആൻഡ് ബബിൾസ്. ഇത്രയും കൊല്ലം ഇത് ആവർത്തിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽസും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രോപ്സ് എന്ന് പറഞ്ഞാലും ബബിൾസ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒന്ന് തന്നെ, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സർഫസ് ടെൻഷൻ കൊണ്ട് ഒരു ഡ്രോപ്പ് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പ് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് വെള്ളമായിരിക്കും ഉള്ളിൽ ഫുള്ള്, പക്ഷേ പുറമെ ഫുള്ള് എയറാണ് അല്ലേ? അത് ആ സ്ഫെറിക്കൽ ഷേപ്പ് കൊണ്ട് സർഫസ് ടെൻഷൻ കൊണ്ട് ഇൻസൈഡ് എ ഡ്രോപ്പ് പ്രഷർ ഈസ് മോർ ദാൻ ഔട്ട്സൈഡ്. അപ്പോൾ പുറമേ ഉള്ള പ്രഷറിനേക്കാളും അകത്തിപ്പോൾ ഒരു ബലൂൺ നമ്മൾ വീർപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ബലൂണിൻ്റെ സർഫസ് ഇങ്ങനെ ചുരുങ്ങാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഉള്ളിൽ നല്ല പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സർഫസ് ടെൻഷൻ കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ചുരുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തതാണത് അല്ലേ? അപ്പോൾ കൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഉള്ളിലുള്ള പ്രഷർ പുറമെയുള്ളതിനേക്കാളും കൂടുതലായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു ബബിളോ നമ്മളിവിടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാധാ വാട്ടർ ബബിളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എയറിനുള്ളിൽ ട്രാപ്പ് ആയിപ്പോയതാണ് ഒരു ലിക്വിഡ് ഡ്രോപ്പ് എങ്കിൽ വെള്ളത്തിനകത്ത് ട്രാപ്പായി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു
ബബിൾ എന്ന് വിളിക്കുക കേട്ടോ. അത് സോപ്പ് ബബിളും അതുപോലെ വാട്ടർ ബബിളും വ്യത്യാസമുണ്ട്, നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി ഓർത്ത് വെച്ചോളൂ. എയർ എന്ന ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവുന്നതാണ് എന്ത്, ഒരു ലിക്വിഡ് ഡ്രോപ്പ്. അതേപോലെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഫുൾ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് ഉള്ളിൽ ട്രാപ്പായി പോകുന്ന എയറാണ് നമുക്ക് എന്ത് വിളിക്കുക, എയർ ബബിൾ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രോപ്പോ അല്ലെ ബബിളോ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം ഇത്ര ഉണ്ടായിരുന്നു അതിൻ്റെ വലിപ്പം, എന്നാൽ അതെന്തായി, അതിൻ്റെ സർഫസ് ടെൻഷൻ കൊണ്ട് അത് കൺട്രാക്റ്റ് ചെയ്തിട്ട് DR, അതായത് R+DR എന്ന അത്രയും റേഡിയസിൽ നിന്നും DR കുറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഉള്ളതിൻ്റെ അവസ്ഥയാണ്. നേരത്തെ ഇങ്ങനെയായിരുന്നു, അപ്പോൾ ഒന്ന് ചുരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവൻ്റെ ഉള്ളിൽ പ്രഷർ നന്നായിട്ടുണ്ട്, അതിന് നമ്മൾ എക്സസ് പ്രഷർ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡെറിവേഷനിലേക്ക് കിടക്കാം. നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പുകളൊക്കെ എഴുതാം. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ദി വർക്ക് ഡൺ ഫോർ സ്മോൾ ചേഞ്ച് ഇൻ റേഡിയസ് ഫ്രം R+DR ടു DR എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നത് R+DR എന്നുള്ള ഇത്രയും റേഡിയസ് ഉള്ളതായിരുന്നു ഈ സ്ഫിയർ. അതെന്ത് ചെയ്തു, ചുരുങ്ങി. അപ്പോൾ ഇത്ര DR ചുരുങ്ങാനുള്ള വർക്ക് ഡൺ നമുക്ക് ജനറലി വിളിക്കാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ DW = FDR ആണ്. DR എടുക്കാനുള്ള കാരണം എന്താണ്, വളരെ ചെറിയ മാറ്റമാണ് റേഡിയസിൽ സംഭവിക്കുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫോഴ്സിന് പകരം നമുക്ക് നേരത്തെ അറിയാം F/A ആണ് എന്ത്, പ്രഷർ അല്ലേ. അപ്പോൾ നമുക്ക് ഫോഴ്സ് = പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും, ഞാൻ DW = പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഈ DR. ഓക്കെ, അപ്പോൾ DW എനിക്ക് എന്താ കിട്ടുക, പ്രഷർ ഇൻറ്റു സർഫസ് ഏരിയ, അതായത് ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ സർഫസ്, ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4πr² ആണ്, പിന്നെ DR എഴുതി. ദിസ് വർക്ക് ഡൺ ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ്, അതായത് വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു സർഫസ് എനർജി അല്ലേ. സർഫസ് എനർജി എന്നുള്ളത് നമുക്ക് dW/dA എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ന്യൂമറിക്കലി എന്ത് തന്നെയാണ്, സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. dW/dA = സർഫസ് ടെൻഷൻ. കാരണം സർഫസ് എനർജി ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് ടെൻഷൻ. അങ്ങനെയാണെങ്കിൽ DW എനിക്ക് എന്ത് എഴുതാം, DN എങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കയറുന്നത്. DA എന്ന് വെച്ചാൽ എന്താണ്, DA എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഏരിയ ആണ്. ആദ്യം ഉണ്ടായിരുന്ന സർഫസ് ഏരിയയിൽ നിന്നും DR കുറഞ്ഞു പോയപ്പോൾ സർഫസ് ഏരിയ കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ആ ചേഞ്ച് എങ്ങനെ കാണാം, വലിയ സർഫസ് ഏരിയ മൈനസ് ചെറിയ സർഫസ് ഏരിയ. ഓക്കെ, അതായത് വലിയ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ 4πr+DR² മൈനസ് ഇപ്പോൾ ഉള്ളത് 4πr². ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ A+B² എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4πr² + 2RdR+DR², പിന്നെ ഈ -4πr². ഇവിടെ നമ്മളൊരു അപ്രോക്സിമേഷൻ കൊടുക്കുന്നുണ്ട്. എന്താണ് അപ്രോക്സിമേഷൻ എന്നറിയാമോ, DR എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അപ്പോൾ 2RdR എന്ന് പറഞ്ഞാൽ വലിയൊരു വാല്യൂവിനോട് ഒരു ചെറിയ DR² കൂട്ടിയാലും കുറച്ചാലും വലിയ ഇഫക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ലെറ്റ്സ് നെഗ്ലക്റ്റ് ഇറ്റ്. അപ്പോൾ ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് DI = 4πr² + 2RdR, പിന്നെ ഈ -4πr². അപ്പോൾ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ട്, DR² നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റ് ഒഴിവാക്കിയാൽ നമുക്ക് DA = എന്ത് കിട്ടും, 4πr² + 8πrdr -4πr². തീർച്ചയായും നമുക്ക് ഇതിനെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് ചേഞ്ച് ഇൻ ഏരിയ 8πrdr ആണ്. അത് തൊട്ടുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു DW = S × DA ആണെന്നല്ലേ. അപ്പോൾ S × ഈ DA കൊടുത്താൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഡൺ രണ്ട് തരത്തിൽ കിട്ടി. ഒന്ന് നമുക്ക് നേരത്തെ ഞാനിതാ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് P 4πr²dr. പിന്നെ നമുക്കിപ്പോൾ അതേ വർക്ക് ഡണ്ണിനെ നമുക്ക് എന്ത് കിട്ടി, S 8πrdr. അപ്പോൾ രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുന്നു, കമ്പയറിങ് എബോവ് ടു ഇക്വേഷൻസ്. ഒന്ന് ഏതാണ്, DW = P 4πr²dr, പിന്നെ ഒന്ന് ഇതും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈയും ക്യാൻസലായി, R² ഇവിടെ ഉള്ള 6ഉം ക്യാൻസലായി,
ഡി ആറും ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? പി ഇൻറ്റു ഈ 4ഉം ഈ 8ഉം ഇട്ടാൽ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഇനി ഒരു 6 മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്, എസ് ഉണ്ട്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 2s ബൈ ഈ 6 അടിയിലേക്ക് പോകും, 2s ബൈ r. ഇതാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് എന്ത്? ഈ പ്രഷറിന് പ്രത്യേകത ഉണ്ട്. ഇതാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് ഓർ എയർ ബബിൾ. ഒന്നുകൂടി ആവർത്തിക്കുന്നു, എയർ ബബിൾ എന്നാൽ എന്താണ്? ചുറ്റും വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ്, അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായിട്ടുള്ള എയറിനാണ് നമ്മൾ എയർ ബബിൾ എന്ന് വിളിക്കുക. അതേപോലെ തന്നെയാണ് ചുറ്റും എയറിനകത്ത് ട്രാപ്പായിട്ടുള്ള വാട്ടറായ ലിക്വിഡ് ഡ്രോപ്പ്. അതിന് രണ്ടിനും ഒരേ ഇക്വേഷനാണ് ഉപയോഗിക്കുക എക്സസ് പ്രഷർ കാണാൻ. എന്നാൽ വാട്ടർ ബബിൾ എന്നോ അല്ലെങ്കിൽ സോപ്പ് ബബിൾ എന്നോ വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക, അതിന് 2 സർഫസ് എക്സസ് പ്രഷർ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതിനെ കിട്ടുന്നത് 4s/r എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ 2s/r ആർക്കൊക്കെ ആപ്ലിക്കബിളാണ്? ലിക്വിഡ് ഡ്രോപ്പിനും എയർ ബബിളിനും. എന്നാൽ സോപ്പ് ബബിളോ അല്ലെങ്കിൽ വാട്ടർ ബബിളോ ആണെങ്കിൽ അവിടെ നമ്മൾ ഇതിൻ്റെ ഡബിളായിരിക്കും, അതായത് 4s/r എന്നാണ് കിട്ടുക. ഈ 2 പോയിൻറ്റുകൾ നന്നായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യും. അപ്പോൾ അടുത്ത പോയിൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭാഗത്തുനിന്ന് വന്ന കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, വൈൽ ട്രാവലിംഗ് ഇൻ എയ്റോപ്ലെയിൻ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു റിമൂവ് ഇങ്ക് ഫ്രം ഫൗണ്ടെയിൻ പെൻ, വൈ? അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടത്, എയ്റോപ്ലെയിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ വെൻ വി ട്രാവൽ ഇൻ എയ്റോപ്ലെയിൻ ഇൻ ഹയർ ആൾട്ടിറ്റ്യൂഡ് പ്രഷർ ഔട്ട്സൈഡ് എന്തായിരിക്കും? പേനയ്ക്കകത്തുള്ള പ്രഷറിനേക്കാളും കുറവായിരിക്കും പേനയ്ക്ക് പുറത്തുള്ള പ്രഷർ. അതുകൊണ്ട് തന്നെ എക്സസ് പ്രഷർ ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഇൻസൈഡ് ദ പെൻ. അപ്പോൾ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളവിടെ ആൻസർ ചെയ്തേണ്ടത് ടു അവോയ്ഡ് ലീക്കിംഗ് ഓഫ് ദ ഇങ്ക് ഫ്രം ദ പെൻ ഡ്യൂ ടു പ്രഷർ വേരിയേഷൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു 2 സോപ്പ് ബബിൾസ് ഓഫ് ഡിഫറെൻറ്റ് റേഡിയായി വിച്ച് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, വൈ? അതിനുള്ള ആൻസർ നിങ്ങൾ എഴുതേണ്ടത്, സോപ്പ് ബബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് ബബിള് ഒന്നിൻ്റെ റേഡിയസ് R1ഉം രണ്ടാമത്തേൻ്റെ റേഡിയസ് R2 ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സോപ്പ് ബബിളിൻ്റെ എക്സസ് പ്രഷർ 4s/r ആണ്. അപ്പോൾ റേഡിയസ് കുറവുള്ളതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുതലായിരിക്കും. ആം റൈറ്റ്? അപ്പോൾ റേഡിയായി R1ഉം R2 ആണ്. അതുകൊണ്ട് R1ൻ്റെ റേഡിയസ് R2ൻ്റെ റേഡിയസിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സസ് പ്രഷർ P1 ഈസ് ഗ്രേറ്റർ ദാൻ P2. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? R1 പിന്നെയും ചെറുതായിട്ട് സോപ്പ് ബബിൾ R2 റേഡിയസ് ഒന്നുകൂടി വലുതാവും. എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് സ്മോൾ സോപ്പ് ബബിൾ വിൽ മർജ് ഇൻ ടു ബിഗർ. അപ്പോൾ ഈ ചെറുത് എന്താവും? ഭയങ്കര പ്രഷറാണ്, എന്ത് ചെയ്യില്ല, എക്സസ് പ്രഷറാണുള്ളത്, അത് എന്ത് ചെയ്യും? അത് ചുരുങ്ങിയിട്ട് മറ്റതിലേക്ക് മെർജാവും എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആൻസർ എഴുതേണ്ടത് എന്താണ്? സ്മോൾ ബബിൾ വിൽ മെർജ് ഇൻ ടു ബിഗർ. അടുത്തത്, ഒരു പൈപ്പിന് അപ്പുറത്തും അതുപോലെ ഇപ്പുറത്തും ഒരു വലിയ ബബിളും ചെറിയൊരു ബബിളും, ഇതിൻ്റെ റേഡിയസ് R1 ആണ്, ഇതിൻ്റെ റേഡിയസ് R2 ആണ്. ഇതിവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ബ്ലോക്ക് റിമൂവ്ഡ്? ശ്രദ്ധിക്കേണ്ടത് ബി കുറച്ചുകൂടി വലുതാവുകയും ചെയ്യും, എ ഇല്ലാണ്ടാവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ എ ചെറുതായി പോവും, ബി കുറച്ചുകൂടി വലുതാവും. അപ്പോൾ ചെറുത് ചെറുതാവും, വലുത് വലുതാവും. കാരണം റേഡിയസ് കുറവാണെങ്കിൽ ഇവിടെ എക്സസ് പ്രഷർ കൂടുതലായിരിക്കും, ഇവിടെ എക്സസ് പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഓപ്പണിംഗ് ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിലുള്ള എയർ ഫുള്ള് ഇങ്ങോട്ട് പാസ് ചെയ്യും. കാരണം ഇവിടെയുള്ള പ്രഷർ കൂടുതലാണ്, ഇവിടെയുള്ള പ്രഷർ കുറവാണ്. ഓക്കെ, അടുത്തത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. നോക്കൂ, 1 2 3 4 5 എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വെൻ ലിക്വിഡ് മീറ്റ്സ് എ സോളിഡ്, അതായത് ഒരു ലിക്വിഡ് ഒരു സോളിഡുമായിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ്റർഫേസിൽ വെച്ച് കഴിഞ്ഞാൽ ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. എന്ന് വെച്ചാൽ ഇതൊരു സോളിഡ് ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു ലിക്വിഡ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ സ്ഫെറിക്കൽ ഇൻ ഷേപ്പായി വന്നു എന്ന് കരുതുക.
അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് പിയിൽ നിന്ന് ഞാനൊരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ ടാൻജൻറ്റിനും നമ്മൾ ആ ടാൻജൻറ്റ് വരച്ചത് എവിടെയാണ്? ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസിലാണ്. അപ്പോൾ ആ ടാൻജൻറ്റിൽ നിന്നും ആ ലിക്വിഡിലൂടെ സോളിഡിലേക്ക് വരയ്ക്കുന്ന ഈ ആംഗിളിൻ്റെ പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. കാരണം ഇവിടെ ഈ ടാൻജൻറ്റിനും ഈ സോളിഡിനും ഇടയിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഈ ടാൻജൻറ്റിനും സോളിഡിനും ഇടയിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ഇൻസൈഡ് ദ ലിക്വിഡാണ് എടുക്കേണ്ടത്. അപ്പോൾ ടാൻജൻറ്റ്, അതായത് ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റിനും ആ ലിക്വിഡിലൂടെ സോളിഡിലേക്ക് ആ ടാൻജൻറ്റ് ഉണ്ടാക്കുന്ന ആ ആംഗിളിൻ്റെ പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് തീറ്റ. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു 1-2 പോയിൻറ്റുകൾ നമുക്ക് നോക്കാം. സ്പെഷ്യൽ കേസസ് ആണ്. അഡസീവ് ഫോഴ്സ് കോസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ ലിക്വിഡ് വെറ്റ്സ് ദ സോളിഡ് സർഫസ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കോൺകേവ് മെനിസ്കസ് കിട്ടും. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് വിൽ ബി അക്യൂട്ട്. എന്ന് വെച്ചാൽ വാട്ടർ ഗ്ലാസ് ഇൻ്റർഫേസ് നോക്കിയാൽ മതി. അപ്പോൾ വെള്ളം നമ്മൾ ഗ്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ വാട്ടർ മോളിക്യൂൾസുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കോസീവ് ഫോഴ്സ് എന്ന് വിളിക്കുക. എന്നാൽ അഡസീവ് ഫോഴ്സ്, അതായത് ഗ്ലാസ് വാട്ടർ ഇൻ്റർഫേസ് ഉണ്ടാക്കുന്ന ആ ഒരു ഫോഴ്സ് കൂടുതലാണ് എന്ത് വാട്ടർ ഉണ്ടാക്കുന്നതിനേക്കാളെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് മേലോട്ട് പൊങ്ങും, അല്ലെങ്കിൽ ഇത് സോളിഡിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ആ ഫോഴ്സാണ് എന്ത് ചെയ്യുക? കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ അഡസീവ് ഫോഴ്സ് കോസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സർഫസ് നോക്കൂ, ഒരു കോൺകേവ് സർഫസ് ആയിരിക്കും. ഒരു മെനിസ്കസ് കോൺകേവ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അത് ഇങ്ങനെയല്ല ശരിക്കും നമുക്ക് അത് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഞാനത് വരച്ചപ്പോൾ ഈ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് വെള്ളം അല്ലേ? വെള്ളത്തിൻ്റെ ടാൻജൻറ്റ് ഇതാണ്. സോളിഡ് ലിക്വിഡ് ഇൻ്റർഫേസിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റ് ഇതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഈ ലിക്വിഡിലൂടെ സോളിഡിലേക്കുള്ള ആംഗിൾ ഇത്രേ വരുള്ളൂ. അപ്പോൾ 90യേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ <90 എന്ന് കാണുന്നത്. ഇതിൻ്റെ പേരാണ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇത് അക്യൂട്ടായിരിക്കും. അപ്പോൾ പ്യുവർ വാട്ടറിനൊരു പ്രത്യേകത ഉണ്ട്. നോട്ട് ദ പോയിൻ്റ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫോർ പ്യുവർ വാട്ടർ ദ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇസ് 0°. പ്യുവർ വാട്ടർ ആണെങ്കിൽ നന്നായിട്ട് മേലോട്ട് കയറും. അപ്പോൾ ഈ ടാൻജൻറ്റ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരും. അപ്രോക്സിമേറ്റ്ലി അത് 0 ആയിരിക്കും. പ്ലീസ് നോട്ട് ദിസ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് രണ്ടാമത്തെ കേസ് എന്താ നോക്കൂ. ഇഫ് adhesive force is less than cossive force, liquid does not wet the solid surface and has a convex meniscus and the angle of contact will be obtuse. അതായത് 90യേക്കാളും കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇത് നടക്കുന്നത് നമ്മൾ ഗ്ലാസ് പാത്രത്തിൽ മെർക്യൂറി എടുത്ത് അത് ഇങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ അത് എന്ത് സംഭവിക്കുന്നു? ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? മെർക്യൂറി മോളിക്യൂൾസ് തമ്മിലുള്ള കോസീവ് ഫോഴ്സ് ഗ്ലാസും മെർക്യൂറിയും തമ്മിലുള്ള അഡസീവ് ഫോഴ്സിനേക്കാളും എന്താണ്? കുറവാണ്. കോസീവ് ഫോഴ്സ് അഡസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഇങ്ങനെ പുറത്തേക്കാണ് കിട്ടുക. അപ്പം ഇതാണ് ഈ സോളിഡ് അല്ലെങ്കിൽ വാട്ടർ ഉള്ള, അല്ലെങ്കിൽ വാട്ടറല്ല മെർക്യൂറി ഉള്ള ഈ ഗ്ലാസ് ഇൻ്റർഫേസിൽ നമ്മളൊരു നോർമൽ വരച്ചാൽ ഇതാണ് 90 അല്ലേ? പക്ഷേ നമ്മൾ നോക്കുന്നത് ഈ ടാൻജൻറ്റിൽ നിന്നും ലിക്വിഡിലൂടെയുള്ള ആംഗിൾ ആയതുകൊണ്ട് ഇവിടം വരെ 90 അതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് ഒബ്റ്റ്യൂസ് ആംഗിളാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്യൂട്ട് ആംഗിൾ എപ്പോഴുണ്ടാകും നോക്കൂ, വാട്ടർ ഗ്ലാസ് ഇൻ്റർഫേസിലാണ്. എന്നാൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? മെർക്കുറി ഗ്ലാസ് ഇൻ്റർഫേസിലാണ്. അതേ സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് പ്യുവർ വാട്ടർ ആണെങ്കിൽ നമുക്ക് ഗ്ലാസ്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? 0° ആയിരിക്കും. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനിയോ ഇഫ് അഡസീവ് ഫോഴ്സസ് ഈക്വൽ ടു അഡസീവ് ഫോഴ്സും കോസീവ് ഫോഴ്സും ഈക്വൽ ആണെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യുക? ലിക്വിഡ് സർഫസ് ഒരു പ്ലെയിൻ ആയിരിക്കും. അത് എപ്പോഴാണ് ഉണ്ടാവുക നോക്കൂ. പ്യുവർ വാട്ടർ സിൽവർ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ ഇങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുക. ഈ ആംഗിൾ തീറ്റ എന്തായിരിക്കും? 90° തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ 3 സ്പെഷ്യൽ കേസുകൾ. മറന്നു പോകരുത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ്. ക്യാപ്പില്ലറി റൈസ്
ഇതാണ് അടുത്ത ടോപ്പിക്ക്, കാപ്പില്ലറി റൈസ്. എന്താണ് കാപ്പില്ലറി റൈസ്? ഇത് 2020 ചോദിച്ചിട്ടുണ്ട്, അതുപോലെ മാർച്ച് 2018 ചോദിച്ചിട്ടുണ്ട്. ദ ഫിനോമിനൺ ഓഫ് റൈസ് ഓഫ് ലിക്വിഡ് ഇൻ എ കാപ്പില്ലറി ട്യൂബ് ഇൻ കമ്പാരിസൺ ടു ദി സറൗണ്ടിങ് ഈസ് കോൾഡ് കാപ്പില്ലറി റൈസ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആദ്യമേ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു എക്സാമിന് ചോദിച്ചത് റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ കാപ്പില്ലറി റൈസ് ഫ്രം അവർ ഡെയിലി എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം. ഒന്ന് ഇങ്ങനെയാണെന്ന്, അതായത് ഗ്രാവിറ്റിക്കെതിരെ ചെറിയ നേർത്ത കുഴലുകൾക്കാണല്ലോ നമ്മൾ കാപ്പില്ലറി എന്ന് പറയാം. കാപ്പില്ലറി ട്യൂബ് എന്ന് വെച്ചാൽ നേർത്ത വളരെ നാരോ ട്യൂബിനെയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർച്ചീഫ് ഉപയോഗിക്കുന്നു. പിന്നെ സ്പോഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം സ്പോഞ്ചിലേക്ക് മേലോട്ട് അത് വലിച്ചെടുക്കുന്നു. അതാണ് വേറൊരു എക്സാമ്പിൾ. അതേപോലെ വേരിലൂടെ റൂട്ടിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു ആര്? പ്ലാന്റ്സ്. അത് കാപ്പില്ലറി റൈസിന് എക്സാമ്പിളാണ്. അതേപോലെ ഫാർമേഴ്സ് പ്ലഫ് ചെയ്യുന്നു. വേനൽക്കാലമൊക്കെ ആയി വരുമ്പം പറമ്പൊക്കെ കിളച്ച് മറിച്ചിടുന്നതിൻ്റെ കാരണം ചെറിയ സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ടാക്കുന്ന നേർത്ത കുഴലുകൾ പോലെയുള്ള ഹോൾസ് അത് കട്ട് ചെയ്ത് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പ്ലഫ് ചെയ്യുന്നത്. അതും നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാപ്പില്ലാരിറ്റിക്കുള്ള ഒരു എക്സാമ്പിളായിട്ട് എഴുതാം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കയറാം. അത് അസെൻറ്റ് ഫോർമുല അല്ലെങ്കിൽ റൈസ് ഓഫ് ലിക്വിഡ് ഇൻ കാപ്പില്ലറി ട്യൂബാണ്. നമുക്ക് അത് നോക്കൂ. മാർച്ച് 2018, 2017 ഇമ്പ്രൂവ്മെൻറ്റ്, 2011 ഇമ്പ്രൂവ്മെൻറ്റ്, 2014, 2015, 2016, 2017. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ഓരോ ചാപ്റ്ററിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ, ഏതൊക്കെ എക്സാമുകൾക്ക് വന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു ഉണ്ടാവും, ഒരു സീരിയസ്നെസ് ഉണ്ടാവും. അപ്പോൾ അസെൻറ്റ് എന്നാൽ എന്താണ്? മേലോട്ട് ഉയർന്നത് എന്നാണ്. അപ്പോൾ അസെൻറ്റ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോക്കാം. നോക്കൂ, ഒരു കാപ്പില്ലറി ട്യൂബ് ഒരു വാട്ടറിൽ അല്ലെങ്കിൽ ലിക്വിഡിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ NCERTയിലുള്ള ഡയഗ്രാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അഡസീവ് ഫോഴ്സ് കോസീവ് ഫോഴ്സ് തമ്മിലുള്ള ആ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഇതിങ്ങനെ മേലോട്ട് ഉയരുന്നു. നമുക്കിവിടെ ഒരു കിട്ടും? ഒരു കോൺകേവ് മെനിസ്കസ് കിട്ടും. അപ്പോൾ അത് കുറച്ച് ഉയർന്ന് അവിടെ നിൽക്കും, H ഉയരത്തിൽ. അപ്പോൾ ഈ H കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ വേണം. അപ്പോൾ അതിന് നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കണം. പിന്നെ ഒരു ഡയഗ്രാം കൂടി നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. ആ ഡയഗ്രാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ ഡയഗ്രത്തിൻ്റെ ഈ ഭാഗം മാത്രം, ഞാനിപ്പോൾ ഒരു വട്ടമുള്ള ഈ ഭാഗം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് മാറ്റി, ഞാനിവിടെ മാറ്റി വരയ്ക്കുന്നത് പോലെ നിങ്ങൾ വരയ്ക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇത് സർഫസ് ടെൻഷനാണ്. ഓക്കെ, സർഫസ് ടെൻഷൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അത് ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതേ കമ്പണൻ്റ് തന്നെ. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് എസ്. എസ്സിനെ നമുക്ക് 2 കമ്പണൻ്റ് ആക്കാം. ഒന്ന് എസ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻ്റ്, വേറൊന്ന് എസ്സിൻ്റെ വെർട്ടിക്കൽ കമ്പണൻ്റ്. എസ് എന്ന് വെച്ചാൽ സർഫസ് ടെൻഷൻ. ഇനി നോക്കൂ, ഇവിടെ നമ്മൾ സർഫസ് ടെൻഷൻ കാണിച്ചിരിക്കുന്നു. അതേപോലെ നമുക്ക് ഇത് എന്തുമായിട്ടെടുക്കാം? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനുള്ള ടാൻജൻ്റ് അല്ലേ? ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടാൻജൻ്റ് വരച്ചു. അതിൻ്റെ ഈ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും തീറ്റ ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ കമ്പണൻ്റ് എസ്സിൻ്റെ എന്തായി വരും? എസ് സൈൻ തീറ്റ. ഇതോ എസ് കോസ് തീറ്റ. ഇവിടെ ഒരു കോൺകേവ് മെനിസ്കസ് ഉണ്ടായതൊക്കെ നിങ്ങൾ വരച്ച് വെക്കണം. അതേപോലെ സെൻറ്റർ ഇതാ ഇവിടെ ഈ ട്യൂബിൻ്റെ സെൻറ്ററാണിത്. ഇത് ഉയർന്നു നിൽക്കുന്ന ഹൈറ്റാണിത്. ഇത്രയും കാര്യങ്ങളൊക്കെ വരച്ച് പഠിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എസ്സിനെ, ദ സർഫസ് ടെൻഷൻ എസ്സിനെ ഞാൻ റിസോൾവ് ഇൻറ്റു 2 കമ്പണൻസ്. ഒന്ന് എസ് കോസ് തീറ്റ വെർട്ടിക്കലി, എസ് സൈൻ തീറ്റ ഹൊറിസോണ്ടലി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതേപോലെ ഇവിടെയും ചെയ്തുകൂടെ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു എസ് സൈൻ തീറ്റ കിട്ടും, അതേപോലെ മേലോട്ട് ഒരു എസ് കോസ് തീറ്റയും കിട്ടും. ശരിയല്ലേ? നോക്കൂ, എസ് സൈൻ തീറ്റ വെർട്ടിക്കലി ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? ജസ്റ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്, അത് ക്യാൻസലായിപ്പോവും. കാപ്പില്ലറി ട്യൂബിന് ചുറ്റും എസ് സൈൻ തീറ്റ എങ്ങോട്ടുണ്ടോ അതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ എസ് സൈൻ തീറ്റ ഉണ്ടാവും. അതൊക്കെ ക്യാൻസലായിപ്പോവും.
എന്നാൽ എസ് കോസ് തീറ്റകൾ ഈ മുകളിൽ കാണുന്ന ഈ ഡയമീറ്ററിലെ നമ്മൾ സർക്കംഫറൻസ് നോക്കും, ഈ സർക്കംഫറൻസിലൊക്കെ എസ് കോസ് തീറ്റകൾ മേലോട്ടുണ്ടാവും. അപ്പോൾ ആ എസ് കോസ് തീറ്റകൾ എന്തുണ്ടാക്കും? ഈ എസ് കോസ് തീറ്റകളെല്ലാം ഒരു ഫോഴ്സ് ഉണ്ടാക്കും. അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാക്കുമ്പോൾ ഇത് മേലോട്ട് വലിക്കപ്പെടും. എത്ര ഉണ്ടാവും ആ ഫോഴ്സ്? എസ് കോസ് തീറ്റ 1 ആണോ 2 ആണോ? അല്ല, ഈ മൊത്തം 2πrലുണ്ടാവും. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് എസ് കോസ് തീറ്റ എന്താണ്? 2πa. 2πa എന്ന് ഞാൻ എടുക്കാനുള്ള കാരണം എന്താ നോക്കൂ. ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു വട്ടം കിട്ടും. ആ വട്ടത്തിൻ്റെ റേഡിയസ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്, ഈ സ്മോൾ എ. അപ്പോൾ 2πa എസ് കോസ് തീറ്റ. എന്തിനാണ് അതെടുത്തത്? ഇവിടെ മാത്രം എസ് കോസ് തീറ്റ, ഇവിടെ മാത്രം എസ് കോസ് തീറ്റ, അങ്ങനെ ഇവിടെ ഒക്കെ മേലോട്ട് എസ് കോസ് തീറ്റ. വട്ടത്തിൽ എന്ന് വെച്ചാൽ സർക്കംഫറൻസ് 2πa എസ് കോസ് തീറ്റകളുണ്ടാവും. ക്ലിയർ? അപ്പോൾ അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് 2πa എന്ന് വെച്ചാൽ എന്താണ്, സർക്കംഫറൻസ് ഓഫ് ദ ട്യൂബാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ് കൊണ്ട് ലിക്വിഡ് എന്ത് ചെയ്യുന്നു? മേലോട്ട് വലിയാൻ തുടങ്ങും. അപ്പോൾ അത് മെല്ലെ എന്ത് ചെയ്യുന്നു? ഇത് മേലോട്ട് പൊങ്ങാൻ തുടങ്ങും അല്ലേ? ഈ ഒരു ലിക്വിഡ് മേലോട്ട് വലിയാൻ ശ്രമിക്കുമ്പോൾ സർഫസ് ടെൻഷൻ നമ്മൾ പഠിച്ചതാണ്. സർഫസ് ടെൻഷൻ അത് കൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇത് മേലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഏരിയ കൂടാൻ ശ്രമിക്കും. അത് കുറച്ച് അതിങ്ങനെ ഇങ്ങനെ അല്ലേ, ഞാൻ കൈ കാണിക്കുന്ന ഇതിങ്ങനെ കൊണ്ടുപോകും, അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കലാകാലവും മുന്നോട്ട് പോവില്ല. എപ്പം വരെയാണിത് മുന്നോട്ട് പോവുക? എപ്പോഴാണോ ഈ മേലോട്ടുള്ള മൊത്തം ഫോഴ്സുകൾക്ക് ഈ ലിക്വിഡിൻ്റെ ഭാരത്തെ ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്നത്, അപ്പം വരെയാണ് ഇത് പോവുക. എന്ന് വെച്ചാൽ മേലോട്ടുള്ള 2πa എസ് കോസ് തീറ്റകൾ താഴോട്ടുള്ള ഉയർന്നു നിൽക്കുന്ന ആ ഒരു ലിക്വിഡിൻ്റെ mgക്ക് ഈക്വൽ ആവുന്നത് വരെ. ഓക്കെ, ആ സമയത്ത് ഇത് നിൽക്കും. എന്ത്? h ഉയരത്തിൽ അവൻ അവിടെ നിൽക്കും. അപ്പോൾ 2πa എസ് കോസ് തീറ്റയ്ക്ക് മാറ്റമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മാസിന് പകരം റോ വി എന്ന് കൊടുത്തൂടെ? അപ്പോൾ 2πa എസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു റോക്ക് മാറ്റമൊന്നുമില്ല. വിക്ക് പകരം നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു ഷേപ്പിൻ്റെ വോളിയം എന്താണ്? ഏരിയ ഇൻറ്റു ഹൈറ്റാണ്. ഓക്കെ, ഹൈറ്റ് ഇവിടെ ഉണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ, സർക്കിളിൻ്റെ ഏരിയ ആണ്, πr² ആണ്. പക്ഷേ ഇവിടെ ഏരിയ എ ആയതുകൊണ്ട് റോ ഇവിടെയുണ്ട്. വോളിയത്തിന് പകരം ഏരിയ ഇൻറ്റു ഹൈറ്റിന് പകരം πa² h അതുപോലെ എഴുതി. ക്ലിയർ? ഇവിടെ എന്തൊക്കെ എനിക്ക് ക്യാൻസൽ ചെയ്യാം? a² ഇവിടെയുള്ള ഒരു എയും എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? പൈയും എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? അപ്പോൾ എനിക്ക് എഴുതാം 2s കോസ് തീറ്റ, ഈ എ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇസ് ഈക്വൽ ടു h റോ g. അപ്പോൾ എച്ചിനുള്ള ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. എച്ച് ഒരു സൈഡിൽ നിൽക്കുക, ബാക്കിയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക. 2s കോസ് തീറ്റ ബൈ റോ താഴോട്ട് വന്നു, എ ഓൾറെഡി ഉണ്ട്, ജിയും വന്നു. അപ്പോൾ ഈ ഇക്വേഷനാണ് അസെൻഡ് ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടുന്ന് ഒരു കാര്യം വ്യക്തമാണ്. എ കുറവാണെങ്കിൽ, അതായത് ക്യാപ്പില്ലറി ട്യൂബിൻ്റെ ഡയമീറ്റർ ഇനിയും ചെറുതാണ്, നാരോ ആണെങ്കിൽ എച്ച് കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കുറവാണെങ്കിലും എച്ച് കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഭൂമിയിൽ നിന്നും ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതൊക്കെ റേഡിയസും റോ ഡെൻസിറ്റിയുള്ള ലിക്വിഡിനെ നമ്മൾ മൂണിൽ കൊണ്ടുപോയാണ് ചെയ്യുന്നതെങ്കിലും എച്ച് കൂടുതലായിരിക്കും. കാരണം എന്താ? ജി ഈസ് ലെസ് ഇൻ മൂൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. ഈ ഇക്വേഷൻ വെച്ച് ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കാണാം. അതായത് ചോദ്യം ഇങ്ങനെയായിരുന്നു. ഒരു സെറ്റപ്പ് ഇങ്ങനെ തന്നു. അതായത് ഇത് ബാരോമീറ്ററാണ്. ഇവിടെയൊക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വെസലിൽ ഒരു ട്യൂബ് കമഴ്ത്തി വെച്ചിട്ട് ഇതിനെ ഏകദേശം നമുക്ക് വിളിക്കാം ഇതൊരു ബാരോമീറ്ററാണ്. അപ്പോൾ ഇതൊരു എച്ച് ഉയരം ഉണ്ടാക്കുന്നു നമുക്കറിയാം അല്ലേ. ചോദ്യം ഇങ്ങനെയായിരുന്നു, ഇതൊരു ലിഫ്റ്റിൽ വെച്ചു. ആ ലിഫ്റ്റ് എ ആക്സിലറേഷനിൽ മേലോട്ട് പോവുകയാണെങ്കിൽ ഈ എച്ചിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് നോക്കൂ, ഈ ഇക്വേഷൻ അനുസരിച്ച് എച്ചിനുള്ള ഇക്വേഷൻ എന്താണ്? 2s കോസ് തീറ്റ ബൈ എ റോ ജി ആണ്. അപ്പോൾ മേലോട്ട് ഒരു ലിഫ്റ്റിൽ പോകുന്ന ലിഫ്റ്റിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ജി എന്നുള്ളതിന് പകരം g+a, ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് h is equal to 2s cos തീറ്റ ബൈ എ റോ g+a എന്ന് കിട്ടും അല്ലേ. ജിക്ക് പകരം g+a വന്നാൽ ഡിനോമിനേറ്ററിൽ ഉള്ളത് ഇൻക്രീസ് ആയി. അപ്പോൾ എച്ചിന് എന്ത് സംഭവിക്കും?
എച്ച് ഡിക്രീസസ് എന്നാണ് നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതാ ഒരു ചെറിയ ടോപ്പിക്കുമായിട്ട് ഡിറ്റർജൻസ് ആൻഡ് സർഫസ് ടെൻഷൻ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം. 2019-ലും 2018-ലും ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളത്തിലേക്ക് ഡിറ്റർജൻസ് ആഡ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ റെഡ്യൂസ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടി. സർഫസ് ടെൻഷൻ കുറയുമ്പം വെള്ളം കൂടുതൽ ഭാഗത്ത് സ്പ്രെഡ് ആവുകയും ക്ലെൻലിനെസ് അല്ലെങ്കിൽ ക്ലീനിങ് എബിലിറ്റി ഓഫ് വാട്ടർ കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. സർഫസ് ടെൻഷൻ എന്താ? ഒരു ഡിറ്റർജൻറ്റ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? സർഫസ് ടെൻഷൻ കുറയും. ഇതിനോടുകൂടി നിങ്ങൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. ചൂടുള്ള വെള്ളത്തിൽ അലക്കിയാലാണോ തണുത്ത വെള്ളത്തിൽ അലക്കിയാലാണോ കൂടുതൽ ക്ലീനിങ് എഫക്റ്റ് ഉണ്ടാവുക? തീർച്ചയായും നിങ്ങളവിടെ ആലോചിക്കേണ്ടത് ചൂടും സർഫസ് ടെൻഷനും തമ്മിലുള്ള ബന്ധമാണ്. ചൂട് കൂടിയാൽ സർഫസ് ടെൻഷൻ കുറയും. അപ്പോൾ വാം വാട്ടറിൽ നിങ്ങൾ തുണി അലക്കുമ്പോഴാണ് കൂടുതൽ ക്ലീൻനെസ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ കുട്ടികൾ ആലോചിക്കുന്നത് വാം വാട്ടറിൽ ഡിറ്റർജൻറ്റും കൂടി ആഡ് ചെയ്താലോ? അപ്പോൾ ക്ലീനിങ് എഫക്റ്റ് കുറച്ചും കൂടി കൂടും കേട്ടോ.